സഞ്ജു, നീ എന്തിനാടാ ആവശ്യമില്ലാത്തവരോടെല്ലാം വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത്? ആരുടെ ആവശ്യമില്ലാത്തവര്? അമ്മ, ഞാൻ എന്റെ മകനോടാ സംസാരിച്ചേ. നമുക്ക് കുരുവിക്കാട്ടിലേക്ക് പോണ്ടേ? എടാ, നീ എന്റെ കൂടെ വരുന്നില്ലേ? ആ, ഞാൻ അപ്പച്ചിയുടെ കൂടെ വരുന്നുണ്ട്. ഞാൻ പോവാ. ജൂലി ആന്റിയെ കാണാൻ. പിന്നെ നീ എന്തിനാ എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞത്? അല്ല, അത് അമ്മ പൊക്കോ, ഞാൻ വേറെ ദിവസം വല്ലതും വന്നോളാം. ഞാൻ ഒന്ന് ആന്റിയെ കാണാൻ പോക്കോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അമ്മ, അവര് UK-കാരാ. ഒന്ന് ബന്ധം പുതുക്കുന്ന എപ്പോഴും നല്ലതല്ലേ? നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? പറയടാ. ഇല്ല. നീ മാത്രല്ലല്ലോ എനിക്ക് മകനായിട്ട്. 3 ആള് വേറെ ഇല്ലേ? ഞാൻ അവരെ കൂട്ടിട്ട് പോയിക്കോളാം. ആ, മക്കൾ എന്റെ കൂടെ വരാൻ റെഡിയാ. ഞാൻ വിളിച്ച എപ്പോ വരും അവര്. വാടാ, ജൂലിയറ്റിനെ കാണാം. അമ്മ വരുണ്ടാ? ഞാനും വരട്ടെ. ഇംഗ്ലീഷും പഠിക്കാം. ഇംഗ്ലീഷും പഠിക്കാം. പുഷ്പ എന്റെ മോനെ കൂട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. എടി, അവൻ പോട്ടറെ, അവനൊരു കാര്യത്തിനല്ലേ പോണത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്റെ വീട്ടിൽ കൂട്ടി കൊണ്ടുപോകണം. എടി കൊച്ചെ, ഈ പറമ്പിലും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് അവർക്കൊക്കെ അറിയാവുന്ന വിത്തുകളൊക്കെ ഉണ്ട്. നല്ല ആപ്പിളും ഓറഞ്ചും ഒക്കെ അല്ലേ? പോയി മേടിച്ചാൽ നമുക്ക് വെറുതെ ഇരുന്ന് ഞണ്ണമ്മല്ലേ വില കൊടുത്ത് വാങ്ങണോ? ഓ, ഇവളെന്ത് പെണ്ണ്. എടാ, നിനക്ക് ആപ്പിളും ഓറഞ്ചാണോ വലുത്, ഞാനാണോ വലുത്? അല്ല, മാർക്കറ്റിൽ ഇപ്പൊ ഡിമാൻഡ് ആപ്പിളിന്. അതൊന്നും എനിക്ക് അറിയണ്ട. ഞാനാണോ വലുത്, ആപ്പിളും ഓറഞ്ചാണോ വലുത്? അതിപ്പം പറയണം. എന്റെ കൊച്ചെ, നിനക്കത് പറിച്ച് വിറ്റ് 10 പൈസയെങ്കിലും ഉണ്ടാക്കാം. ഈ കുടുംബശ്രീ പറഞ്ഞോണ്ട് നടക്കാതെ ആപ്പിളും ഓറഞ്ചും വിറ്റിട്ട് വില കിട്ടൂല. കഞ്ഞാപുഞ്ഞ അല്ല, UK സാധനം. ഇവിടെ ഇങ്ങനെ കുറച്ച് നിൽക്കുമ്പോ തന്നെ പറിച്ച് വിറ്റ് എന്തുമാത്രം കാശ് കിട്ടുന്നു. പ്രോഫിറ്റ് തന്നെ കിട്ടും. ഇത്ര %. അടുത്ത ഉടായിപ്പായിരിക്കും അല്ലേ? ഒന്നുമില്ല. ആപ്പിളല്ലേ ചേച്ചി, എല്ലായിടത്തും വളരും. വാ, പ്രകാശം കൊണ്ട് ചന്ത കൊടുത്താൽ നല്ല പൈസയും കിട്ടും. ബുദ്ധി വേണം, ബുദ്ധി. വിവരം ഉണ്ടോടി? വിവരമുണ്ടോ? നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടല്ലോ. എനിക്ക് എന്നാടി വിവരത്തിന്റെ കുറവ്? അതുകൊണ്ടല്ലേ ഞാൻ സമ്മതിച്ച എന്റെ പറമ്പയിൽ കൃഷി ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. നിനക്ക് 10 പൈസ കിട്ടിക്കോട്ടെ എന്ന് വെച്ചോണ്ടാ തട്ടി നടക്കണ്ടല്ലോ. അയ്യോ, അതിന് തരാം, ഇത് തരാമെന്നും പറഞ്ഞോണ്ട് നീ എന്റെ പുറകെ വരുന്നല്ലേ? എടി, നല്ല കാര്യ. ഒന്ന് ഓർത്ത് ചിന്തിച്ച് പെരുമാറ്. പെണ്ണായ മാത്രം പോരാ. എങ്ങനെയാ തള്ളയുടെ മോളല്ലേ? ചേച്ചി, ഈ ലണ്ടനിൽ നിന്നുള്ള ആന്റിക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ. നമ്മളെങ്ങനെ വാചകം അടിച്ച് വീഴ്ത്തും? ഇംഗ്ലീഷ് പറയും. ഞാൻ ഇംഗ്ലീഷിലൊക്കെ പറയും. ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയാവോ? പിന്നെ ഞാൻ വെറുതെ ആണോ LTS പഠിച്ചേ? അപ്പൊ മദർ ചേച്ചി എസ്കേപ്ഡ്, കൃഷ്ണ ചേച്ചി ട്രാപ്ഡ്. നീ പോടാ അവിടുന്ന്. എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. ആഹാ, അടിപൊളി. എന്റെ മക്കൾ ഒറ്റക്ക് ചായയൊക്കെ ഇട്ട് കുടിച്ചാ? ഒറ്റയ്ക്ക് ഇടാൻ പാടില്ലേ? അല്ല, സാധാരണ ഞാൻ വിളമ്പി വെച്ച് വിളിച്ചു കൂവി ആനയിച്ചാലേ നിങ്ങൾ വരത്തുള്ളൂ. അതുകൊണ്ടമ്മ പറഞ്ഞതാ. അതിനിങ്ങനെ കൂവി അനയിച്ചിട്ട് ഇവിടെ സദ്യ ഉണ്ടോ? ചൂരൽ കൊണ്ട് എനിക്ക് നല്ലൊരു സദ്യ ഞാൻ തരട്ടാ. എന്നാ പിന്നെ മിണ്ടരുത്. രണ്ടാൾക്ക് കൊടുത്തോ? ഇവർക്ക് നല്ലോണം വേണം, വിശക്കുണ്ട്. അത് ഞാൻ കൊടുത്തോളാം. പെട്ടെന്ന് റെഡിയാകും. കുരുവിക്കാട്ടിലേക്ക് പോകേണ്ടതാ. ഞങ്ങൾ വരുന്നില്ല. അല്ല, നിങ്ങളല്ലേ എന്നോട് 2-3 ദിവസം മുമ്പ് പറഞ്ഞത് അപ്പൂപ്പനെയും അമ്മൂമ്മനെയൊക്കെ കാണണമെന്ന്? അത് അപ്പൂപ്പനും അമ്മൂമ്മയും എപ്പോ വേണമെങ്കിലും കാണാലോ. പക്ഷെ നമ്മുടെ മദാമ ചേച്ചിനെ അങ്ങനെയല്ല. പുള്ളിക്കാരത്തി ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ അപ്പച്ചിയുടെ കൂട്ടുകാരിനെ കാണാൻ പോവാ. എന്നാ നിങ്ങൾ 2 ആളും വരണ്ട. ഞാൻ എന്റെ അപ്പുണ്ണിനെ കൂട്ടിട്ട് പോയിക്കോളാം. വേഗം റെഡിയാകും. അപ്പുണ്ണി ഒന്നും വരൂല കേട്ടോ. ഞാനും എനിക്ക് ലണ്ടൻ ചോക്ലേറ്റ്സ് ഒക്കെ വേണം. എന്നാ നിങ്ങൾ ആരും വരണ്ട. ഞാൻ പ്രകാശേട്ടനെ കൂട്ടിട്ട് പോയിക്കോളും. ഒരു ലണ്ടൻ മദാമ വന്നിരിക്കുന്നു.